പട്ടാമ്പി താലൂക്ക് റവന്യൂ സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ അനുമോദിച്ചു. ഈ വർഷത്തെ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് പട്ടാമ്പി താലൂക്ക് റവന്യൂ സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത്. പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന അനുമോദന സദസ്സ് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയികൾക്ക് ഉപഹാരവും നൽകി. വിജയം മാത്രമല്ല, രക്ഷിതാക്കളുടെ വിജയമാണ്. +2 കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് +2ലേക്ക് പോകുമ്പോൾ പഠനം തന്നെയാണ്. നമ്മളൊരു സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 12ാം ക്ലാസ് വരെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പഠനങ്ങൾ അക്കാഡമിക് ലൈഫ് തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് ആർട്സ്, സ്പോർട്സ്, ഇങ്ങനെ മറ്റ് എല്ലാ കാര്യങ്ങളിലും കൂടെ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം. ഈ 2 കാര്യങ്ങളും +2 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു വലിയ ജീവിതമാണ് ബാക്കിയിട്ടുള്ളത്. ഒരു മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് ഉള്ള ഒരു വലിയൊരു ലോകമാണ് നിങ്ങൾക്ക് തുറന്നു വരുന്നത്. അപ്പം അതിന് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ 12ാം ക്ലാസ് വരെ പരമാവധി നമ്മൾ ശ്രമിക്കണം. അതിന് അക്കാഡമിക്കായിട്ട് നിങ്ങൾ, കാരണം ഏതൊരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും മേ ബി ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ മിക്കതും കോമ്പറ്റീറ്റീവ് എക്സാംസ് തന്നെയാണ്. അപ്പം നിങ്ങൾ ഏതൊരു നല്ല ഫീൽഡിലേക്ക് കടക്കുമ്പോഴും നമുക്ക് മുന്നിൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം പലപ്പോഴും വരും. അത് PSC ആയിക്കോട്ടെ, എൻട്രൻസ് ആയിക്കോട്ടെ, MBA, മറ്റ് ഏതൊരു തരത്തിലാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, അക്കാഡമിക് ലൈഫ് 12ാം ക്ലാസ് വരെ ഉള്ളത് എന്ന് പറയുന്നത് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഇന്നത്തെ കാലത്ത് വളരെ അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നതാണ്. പ്രകൃതി ചൂഷണങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ച റവന്യൂ സ്ക്വാഡ് അംഗങ്ങൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. തഹസിൽദാർ ബിന്ദു, ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ്, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, മറ്റു ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു.